ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വെച്ചിട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് എൻ്റെ ഫേവറേറ്റ് ക്ലൈമറ്റാണ് കേട്ടോ ഈ മഴ എന്ന് പറയുന്നത്. അപ്പോൾ മഴയോടെ തന്നെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എഴുന്നേറ്റ ഉടനെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹിമാലയ ഫേസ് വാഷാണ്. അത് ഞാൻ കാണിക്കാത്തത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഒരു ചാർക്കോൾ ഫേസ് വാഷാണ് കേട്ടോ. ചാർക്കോൾ ഹിമാലയ ഫേസ് വാഷിൻ്റെ ചാർക്കോളിൻ്റെ ആ ഒരു ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിനുശേഷം ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ കഴിക്കാനായിട്ട് ഇന്ന് അപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയുമാണ് കേട്ടോ. ഗ്രീൻ പീസ് കറി നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കറിയാണ് അപ്പം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് വൺ അപ്പമാണ്. അപ്പം അപ്പത്തിൻ്റെ കൂടെ ഏത് കറിയാണെങ്കിലും ഞാൻ ഓക്കെയാണ്. കാരണം അപ്പം ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൂടെ ഏത് കറിയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും കേട്ടോ. കൂടുതൽ ഇഷ്ടം മുട്ടക്കറിയാണ്, പക്ഷേ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ പച്ചക്കടലക്കറി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പച്ചക്കടല, അതാണ് ഗ്രീൻ പീസ്. ഇപ്പോൾ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കഴിച്ചു കേട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇതെല്ലാം അമ്മയുടെ പ്രിപ്പറേഷനാണ്. ഇതിലൊന്നും എൻ്റെ ഒരു കയ്യുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഉടനെ കഴിക്കും. അല്ലെങ്കിൽ പിന്നീടാകുമ്പോൾ എനിക്കത്ര ഇഷ്ടമല്ല. എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അല്ലാതെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരുമാതിരി ആകുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അപ്പോൾ ചൂടോടെ ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സംസാരത്തിന് ഒരു കുറവുമില്ല. കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ അമ്മയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വിചാരിച്ചു എനിക്കൊരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. അപ്പോൾ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ കഴിക്കുന്ന ഒരു അയൺ ടാബ്ലറ്റ് ഇല്ലേ, അത് കഴിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ 6 months നമ്മൾ കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ അതൊരെണ്ണം കഴിച്ചു. എനിക്ക് വലിയ ടാബ്ലറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ. പിന്നെ ഇത് കഴിച്ചല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് കഴിക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു കാൽസ്യം ഉണ്ട്, അത് നൈറ്റാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ സ്കിൻ കെയർ ചെയ്യുള്ളൂ. കാരണം നമ്മൾ കഴുകുന്ന സമയത്തൊക്കെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനമൊക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഡെയിലി വീഡിയോസ് മിക്കവാറും ഞാൻ സ്കിൻ കെയറിൻ്റെ വീഡിയോസ് ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ കാണിക്കുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു സൺസ്ക്രീനാണ്. ഇതും ഞാൻ കാണിച്ചിട്ടുള്ളത് തന്നെ ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗിൽ ഈ ഒരു ടൈമിൽ കാപ്പി കുടിച്ചതിന് ശേഷം ടാബ്ലറ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കുകയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്കിൻ കെയർ ചെയ്യും കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് 3 finger റൂളൊന്നും യൂസ് ചെയ്തിട്ടല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. സാധാരണ അങ്ങ് അപ്ലൈ ചെയ്യും. പിന്നെ ഒരു ജെല്ലാണ്. ഈ ഒരു ജെല്ല് ഞാൻ യൂസ് ചെയ്തിരുന്നത് പിമ്പിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ജെല്ലാണ്. അപ്പോൾ എനിക്ക് അവിടെ ആയിട്ട് പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൂക്കിന് ചുറ്റും കുറച്ചിങ്ങനെ ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജെൽ അപ്ലൈ ചെയ്ത് കേട്ടോ. നമ്മുടെ ക്ലൈമറ്റ് മാറുമ്പം സ്കിന്നിൽ അവിടെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അപ്പോൾ ഞാൻ ഈ ഒരു ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എനിക്ക് ഏറ്റവും വ്യൂസ് ഉള്ളത് ആ ഒരു ഷോർട്സിനാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ജെല്ലിനെ പറ്റി കേട്ടോ. അതിൻ്റെ പേരും എല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ ഐബ്രോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടും കട്ടിയുമില്ല, അതുപോലെ ഡാർക്കും അല്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ജസ്റ്റ് എനിക്ക് തന്നെ ഒരു മനസ്സിന് സംതൃപ്തി വരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്നതല്ല. എനിക്കൊരു സംതൃപ്തി വരാൻ വേണ്ടി ഞാൻ തന്നെ ഡാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ശേഷം ഞാൻ എൻ്റെ റൂമിലോട്ടൊന്ന് പോവും. അപ്പോൾ റൂമിലോട്ടൊന്ന് പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റൂം ഒരു മെസ്സാണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്കെന്തോ ചില ദിവസം നമുക്ക് നല്ല മൂഡായിരിക്കും, എന്നുവെച്ചാൽ എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടൊരു മനസ്സ് കാണും. ചില ദിവസമാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, അല്ലെങ്കിൽ വെറുതെ എങ്ങനെയെങ്കിലും വെറുതെ ഇരിക്കാം, അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡായിരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതായത് എനിക്ക് എല്ലാ ജോലിയും ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ റൂമൊക്കെ
ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കാം എല്ലാം. പ്രത്യേകിച്ച് എൻ്റെ ടേബിളാണ് ഒരു മെസ്സായിട്ട് കിടക്കുന്നത്. പ്രത്യേകിച്ച് വാവയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിടക്കട്ടെ എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷേ അന്ന് ഞാൻ ചിന്തിച്ചേട്ടോ. ഈ ഒരു ബുക്ക് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെൻ്റെ കുറച്ച് ജേണൽ പോലെ, ഞാൻ ജേണലാണോ എന്ന് ചോദിച്ചാൽ ജേണലല്ല, പക്ഷെ ജേണലാണ്. അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാൻ ജേണലിങ്ങിനല്ല ഇത് യൂസ് ചെയ്തത്. ഞാനിത് യൂസ് ചെയ്തത് എൻ്റെ ബൈബിൾ കോട്ട്സൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്താ ചെയ്യുക, ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിലായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. എനിക്ക് 6 months ആണെന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ജസ്റ്റ് ഒരു പ്രെയർ പോലെ ഒരു വചനം എഴുതിയിട്ട് അതിൻ്റെ അധ്യായം എഴുതിയിട്ട് അതിങ്ങനെ റിപ്പീറ്റായിട്ട് ഒരു 1 പേജ് മൊത്തം, അതായത് 2 പേജസ് ഇല്ലേ, നമ്മുടെ 2 സൈഡ്സില്ലേ, അത് മൊത്തം ഇങ്ങനെ ഒരു വചനം തന്നെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് എഴുതും. അത് ഇതുവരെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സ്ഥിരം ഡെയിലി എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, എന്നാലും എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എഴുതി ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു നല്ല മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ബുക്കാണ്. അതുകൊണ്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണിത്. അപ്പോൾ ഞാൻ എന്നും ബൈബിൾ കോട്ട്സ് ഇങ്ങനെ എനിക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ എഴുതാറുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഒരു ബോക്സ്, ഇതെൻ്റെ ഒരു പൗച്ചാണ്. ഈ പൗച്ചിൽ ഞാൻ കുറച്ചെൻ്റെ അല്ലറ ചില്ലറ അക്രി ഐറ്റംസൊക്കെ, അതായത് കുറച്ച് ക്രയോൺസ് അല്ല, കുറച്ച് കളർ പെൻസിൽസ്, അതൊക്കെയാണ്. ഇതെൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള എൻ്റെ ബൈബിൾ. അപ്പോൾ എൻ്റെ ബൈബിൾ ഇല്ലാത്തൊരു ടേബിളില്ല, കാരണം എനിക്ക് എൻ്റെ ബൈബിൾ എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ ടേബിളിലെ ഒരു ഭാഗത്ത് എൻ്റെ ബൈബിൾ, അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഒരു ബുക്ക്, ഈ രണ്ടും എനിക്ക് എൻ്റെ പാർട്ടാണ്. പിന്നെ ഇതൊരു ബോഡി മോയ്സ്ചറൈസർ, പിന്നെ ഇത് എൻ്റെ റൂം ഫ്രഷ്നറാണ്, അതാണ് സംഭവം. പിന്നെ ഈ ഒരു പൗച്ചിലെന്ന് പറയുന്നത് എനിക്ക് പഠിക്കാനുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഞാൻ എന്താണ് പഠിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് ഐറ്റംസാണ്. പിന്നെ ഇതെന്തോ നമ്മുടെ BP മെഷീനാണ്. അപ്പോൾ BP ഒക്കെ നോക്കാം, എനിക്ക് പ്രഗ്നൻറ്റ് ടൈം ആയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതും എൻ്റെ ടേബിളിൽ വെക്കാറുണ്ട്. പിന്നെ എൻ്റെ ബോട്ടിൽ, പിന്നെ ഇത് ഞാൻ ടേബിളിൽ വെക്കുന്നതല്ല, ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കാണിക്കാൻ തോന്നുന്നതാണ്. എൻ്റെ വാവയുടെ കുറച്ച് വളകളും, പിന്നെ ഇത് അവളുടെ മറ്റേ പൊക്കിൾ കൊടിയില്ലേ, നമ്മുടെ കട്ട് ചെയ്ത് ആ ഒരു സംഭവമില്ലേ, അതെല്ലാം സൂക്ഷിക്കുന്നത് ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ്. പിന്നെ എൻ്റെ ടേബിളിൻ്റെ ഒരു റോ മാത്രമേ ഞാൻ ക്ലീൻ ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. അപ്പുറത്തെ റോ എന്ന് പറയുന്നത് എന്തായാലും മെസ്സാവും, അതുകൊണ്ട് അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ഒരു ടേബിൾ എൻ്റെ കുറച്ച് പഠിക്കാനും അല്ലാതെ നമ്മുടെ എഴുത്ത് ടൈപ്പ് സംഭവങ്ങളെല്ലാം ഞാൻ ഒരു റോയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് എൻ്റെ ഒരു പെൻ കളക്ഷനാണ് കേട്ടോ. എല്ലാ ടൈപ്പും ഉണ്ട്. പെൻറ്റോണിക്കിൻ്റെ, അത് മറ്റേ നേരത്തെ കാണിച്ചതൊരു ഗ്ലിറ്റർ പേനാണ്, ഇത് സാധാരണ പേന. അപ്പം ഇതെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു ടേബിളിൻ്റെ സൈഡിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ, ടേബിളിൻ്റെ ആ ഒരു റോയിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ നെയിൽ കട്ടറാണ്. ഇത് മറ്റേ ഡ്രിമ്മറാണ്, വാവയുടെ നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതെൻ്റെ പഴയ ക്രയോൺസാണ്. ഇത് ആ പൗച്ചിൽ കൊള്ളണില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു ടേബിളിലോട്ട് വെക്കാൻ പോവാണ്. ഇത് ക്രയോൺസാണ്. അപ്പോൾ ക്രയോൺസ് എല്ലാം വാങ്ങിച്ച് വയ്ക്കും, പക്ഷെ ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഇത് കുറച്ച് സെല്ലോ ടൈപ്സ്, ഇതൊക്കെ തീരാറായിട്ടുണ്ട്, അവസ്ഥയായിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പൊട്ടുന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു റോയിൽ എല്ലാം ഈ ഐറ്റംസൊക്കെ ഒരു റോയിൽ കയറ്റാനാണ് എൻ്റെ ശ്രമം. പിന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ ബ്രഷസാണ്. ഈ ബ്രഷസ് നമ്മൾ പെയിൻറ്റ്, അറിയാമല്ലോ, പെയിൻ്റ് അടിക്കാൻ എനിക്ക് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ പെയിൻറ്റ് ഞാൻ അപ്പുറത്തെ റോയിൽ വെച്ചുപോയി, കാണിക്കാൻ മറന്നുപോയി. അത് അപ്പുറത്തെ റോയിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് സ്കെയിലാണ്. പിന്നെ നേരത്തെ കാണിച്ചത് സെല്ലോ ടേപ്പ്, അതിന് മുമ്പ് കാണിച്ചത് ഗമ്മാണ്. പിന്നെ ഈ കുറച്ച് സ്കെയിലുകൾ, ഇതൊക്കെ ആക്രി സ്കെയിലുകളാണ്, എന്നാലും ഞാൻ എൻ്റെ ഒരു ടേബിളിൽ ഒന്ന് ഫുള്ളാവാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ വെട്ടിക്കാട് പള്ളിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അടുക്കി വെക്കുകയാണ്. ഈ ഒരു സ്കെച്ച് പെൻ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല പെന്നാണ്. എല്ലാ ടൈപ്പും നമ്മുടെ ഒരു കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഇതിലുണ്ട്. ഇത് ഞാൻ എഴുതി കാണിച്ചു തരാൻ ഞാൻ വേറെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാം. നല്ല പെർഫെക്റ്റ് സാധനമാണ്. നമുക്ക് ഇപ്പോൾ ആർട്സിനോടൊക്കെ താല്പര്യമുള്ളവർ, അതായത് ചിത്രം വരയ്ക്കുന്നവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. പിന്നെ എൻ്റെ ടേബിൾ ഞാൻ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ്, എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങളിങ്ങനെ പറയാം കേട്ടോ സെറ്റായോ എന്ന്. എൻ്റെ റൂം എത്ര ഇനിയിപ്പോൾ ഞാൻ ഇത്ര ക്ലീൻ ആക്കിയാലും പിന്നെയും മെസ്സാവും, അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവാറില്ല മിക്കവാറും. പക്ഷേ ഇന്നെന്തോ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇതിൽ കാണിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള സാധനങ്ങളായതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ റൂമൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഗായ്സ്. ഇനി എനിക്ക് എന്താ ചെയ്യാനുള്ളത്, അവിടെ കുറച്ച് സാധനങ്ങളില്ലേ അതുകൂടെ ഒന്ന് അടുക്കി വെക്കുകയാണ് കേട്ടോ. അടുക്കിയല്ല, ജസ്റ്റ് ഒന്ന് ഓക്കെ ആക്കിയിടാണ്. പിന്നെ എൻ്റെ റൂമൊന്ന് വൃത്തിയാക്കാൻ ജസ്റ്റ് വലയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബെഡൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പുതിയ ഷീറ്റാണ്, പുതിയ ഷീറ്റല്ല, കഴുകി ഫ്രഷാക്കി വെച്ച ഷീറ്റാണ്. അതിട്ടു. നേരത്തെ കിടന്നത് മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇടയ്ക്ക് വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അവളെ ഒന്ന് മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവൾക്ക് വിഷയമാവും. അപ്പോൾ അങ്ങനെ എണീറ്റ സമയത്ത് അവളുടെ കൈ നഖം കൊണ്ട് എൻ്റെ മുഖം അത്രയും വാന്തി വെച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് നഖം ട്രിം ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ അവളത് ഒതുക്കി കിടത്തി. അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് സമ്മതിക്കാറില്ല. മിക്കവാറും വെട്ടുന്ന സമയത്ത് കരയും. അതുകൊണ്ട് ഞാൻ മിക്കവാറും എൻ്റെ ശ്രമം നിർത്തിയിട്ട് ഞാൻ എൻ്റെ പണിക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും വെട്ടിക്കൊടുത്തില്ല എങ്കിൽ എനിക്ക് പണിയാവും. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിച്ച് അവളെ വിഷയത്തിൽ നിന്ന് മാറ്റിവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ എന്നെ കയ്യിൽ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബുക്ക് ഞാനിപ്പോൾ വായിക്കുന്നതാണ്. അങ്ങനെ ഞാനത് വായിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുക്കാണ്. അപ്പോൾ നല്ല ബുക്കാണ് ഇത്. ഇടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിരുന്നതാണ്. ഞാൻ ആ സമയത്ത് വാങ്ങിയതാണ്. പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും വലുതായിട്ട് വായിക്കാനൊന്നും പറ്റില്ല. 1 or 2 പേജ്, അതിൻ്റെ അപ്പുറം പോയില്ല. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പാഴ്സൽ വാങ്ങിച്ചതാണ്, അതഴിച്ചു. പിന്നെ അമ്മ എൻ്റെ മുടി കണ്ടിട്ട് ഇതെന്തോ മുടി ജട പിടിച്ച് കിടക്കുന്നു പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് തന്നു. പിന്നെ ഞാൻ വൈകിട്ടായപ്പോൾ PSC പഠിക്കും കേട്ടോ. അപ്പോൾ PSC കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വെച്ചിട്ട് പഠിക്കാറുണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് മടുക്കും. അതിനാണ് ഞാൻ പഠിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു PSC പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പഠിക്കുകയുള്ളൂ. അങ്ങനെ ഓവറായിട്ട് പഠിച്ച് തലയിൽ കയറ്റാറൊന്നുമില്ല. കുറച്ച് എനിക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് ഇതുപോലെ പഠിക്കാറുണ്ട്. പിന്നെ വാവ സഹകരിക്കുന്ന സമയത്താണ് കൂടുതലും പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് തലയിലൊന്നും കയറത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ കാണിക്കുന്നത്, ഞാൻ നേരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബുക്കാണ് കേട്ടോ. ഈ എഴുതിയിരിക്കുന്നത് പോലും എനിക്കറിയില്ല ഇതുവരെ എന്താണെന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ തന്നെ ബ്ലിങ്കസ്യ എന്നിരിക്കുന്ന ആ ഒരു ഫേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ബൈ.